ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ SIT ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ കൂടുതൽ പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്രത്തോളം നിർണായകമാണ് ഇത്? ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമോ? എഴുതോ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. PS പ്രശാന്തിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് SITക്കുള്ളത്. കാരണം ഈ 2025 ഈ ഒരു സ്വർണ്ണപ്പാളി ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയപ്പോൾ അതിലേതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു നൽകിയിട്ടുണ്ടോ PS പ്രശാന്ത് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരമാണ് SIT ചോദിച്ചറിയാൻ പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഈ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും അടൂർ പ്രകാശിൽ നിന്ന് ചോദിച്ചറിയുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ SIT അന്വേഷണത്തിന് പകരമായ ഒരു കേന്ദ്ര അന്വേഷണം വേണം, അതായത് CBI പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി ഈ അന്വേഷണത്തിന്റെ ഭാഗമാവണമെന്നുള്ള ആവശ്യം BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ഒക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, IB അടക്കം ഇക്കാര്യത്തിൽ ഒരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്യുന്നു. അതായത് രാജ്യാന്തര ബന്ധമുള്ള കേസായതുകൊണ്ട് തന്നെ ഒരു CBI പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലേ ഇതിന്റെ ബന്ധം കൂടുതൽ വ്യക്തമാവൂ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ രേഖപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളത് തന്നെയായിരുന്നു അവർ മുന്നോട്ട് വെച്ച ശുപാർശ. ഇക്കാര്യങ്ങളൊക്കെ കോടതിയിൽ DGP അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ സാഹചര്യത്തിൽ SIT കൂടുതൽ വിവരങ്ങൾ, ഇതുവരെയുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. അതായത് ഈ നിലവിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയതനുസരിച്ച് ഒരു തരത്തിലും രാജ്യാന്തര ബന്ധം ഈ കേസുമായി ഇല്ല എന്നാണ് SIT പറയുന്നത്. ഒരു അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണ് ഈ ഒരു കേസുമായി ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് ഹൈക്കോടതിയെ SIT അറിയിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുമെന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ട്. വിവിധ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന, നേരത്തെ SITക്ക് ലഭിച്ച മൊഴി പ്രകാരം ഈ ഗൂഢാലോചന ഏകദേശം 6 മാസം മുമ്പ്, ഈ സ്വർണം കടത്തുന്ന ആ സമയത്തിന് 6 മാസം മുമ്പ് ഇവർ ഗൂഢാലോചന നടത്തി. അതിന് ശേഷമാണ് ഇത്തരത്തിൽ സ്വർണം അവിടെ നിന്ന് നീക്കം ചെയ്തതെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമായിരുന്നു. മറ്റൊന്ന്, ഈ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ ആ വ്യവസായിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇവർ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡി മണി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അയാളിൽ നിന്ന് ഈ ഒരു ഇടനിലക്കാരനാണ് എന്ന് മാത്രമേ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ചോദ്യം ചെയ്യലിന് ഇവിടെ ഹാജരായപ്പോൾ പോലും കൃത്യമായ ഒരു മറുപടി ഈ ഡി മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പം ഈ കേസിനെ സംബന്ധിച്ച് സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തൊണ്ടി മുതലടക്കം കണ്ടെത്താൻ ഇതുവരെയും SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 ആഴ്ചയിൽ താഴെ മാത്രമാണ് ഇനി സമയമുള്ളത്. സമയപരിധി ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ഇനി ഏകദേശം 13 ദിവസം കൂടി മാത്രമേ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ SITക്ക് നൽകിയിരിക്കുന്ന സമയം അതിപ്പോൾ അവസാനിക്കാറായിരിക്കുന്നു. ഇതുവരെയും അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ള വിമർശനം നാനാകോണിൽ നിന്ന് ഉയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ളൊരു നീക്കവും SITയുടെ ഭാഗത്തുനിന്നുമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വീണ്ടും അന്വേഷണം എത്താനുള്ള ഒരു സാഹചര്യം, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല എന്ന ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും മുൻ ദേവസ്വം മന്ത്രി അടക്കം ചോദ്യം ചെയ്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ അതായത് ഈ സ്വർണം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതും, ഒപ്പം തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള സ്വർണം അത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണമല്ല എന്നുള്ളതാണ്. അത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന് എത്രത്തോളം നിയമസാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും SITക്ക് നേരെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലും തന്നെ അത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തിപരമായി ഈ സ്പെഷ്യൽ കമ്മീഷണറെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ
അറിയിച്ചില്ല, അതിൽ ദുരൂഹത എന്നുള്ള കാര്യത്തിലൂന്നിയാണോ ഈ പ്രശാന്തിനെ വീണ്ടും വിളിപ്പിക്കുന്നത്? പ്രശാന്ത് ഒരിക്കൽ വേറെ മറ്റ് പങ്കില്ല എന്നൊക്കെ മൊഴി നൽകിയതാണ്, ഇനി പോകേണ്ടി വരില്ല SITക്ക് മുന്നിലെന്നും അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവം കൂട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇനി അടൂർ പ്രകാശിൻ്റെ എന്താണ്, അടൂർ പ്രകാശിൽ എന്താണ് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്? അൽദോ, ഇതിൽ രണ്ട് കാര്യമെന്ന് PS പ്രശാന്തിന്റെ കാര്യമെന്ന് പറയുന്നത് ചില സംശയങ്ങൾ കോടതി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. SITക്കും ചില സംശയങ്ങളുണ്ട്. അതായത് 2025 സ്വർണ്ണപ്പാളികൾ കൈമാറിയപ്പോൾ, ഈ സ്വർണം പൂശുന്നതിനുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ കൈമാറിയപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്, മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടനില കൂട്ടുനിന്നോ PS പ്രശാന്ത് എന്നുള്ളത് കൂടിയാണ് SIT പരിശോധിക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനെയും ഒപ്പം തന്നെ അംഗങ്ങളെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്നു മുതൽ PS പ്രശാന്ത് ഈ വിഷയത്തിൽ തനിക്ക് യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ചും അറിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രമാണ് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. ഇത് ദേവസ്വം കമ്മീഷണറെ അടക്കം അറിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ചില വീഴ്ച ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള ഒരു വിമർശനമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. അക്കാര്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 2019 ഈ സംഭവത്തിൽ അതിന് പിന്നാലെ നടന്ന രേഖകളൊക്കെ ആരാണോ ഈ ഘട്ടത്തിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്നത് അവർ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടെ, അല്ലെങ്കിൽ ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാതിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. അതിനടക്കം കൃത്യമായ മറുപടി ഇത്തരത്തിൽ PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കൂ എന്നുള്ള കാര്യങ്ങളിൽ ചില വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഒരുപക്ഷെ ഈ കേസിന് കൂടുതൽ ബലം നൽകും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു കേസ് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസ്. അപ്പോൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുകയും ഇടതുമുന്നണിക്ക് വലിയ രീതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതെ പോവുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്ക ഇടതുമുന്നണിക്കും CPMനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനിലേക്ക്, പ്രത്യേകിച്ച് CPMലെ ഏതെങ്കിലും ഒരു ഉന്നതയിലേക്ക് ഈ കേസ് എത്തിയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെയുള്ള ചില വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആരോപിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. 2 IPS ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം എന്നുള്ള ആവശ്യം SIT മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി 2 CA കൂടി ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ 2 CAമാരെയും ചുമതലപ്പെടുത്തിയതും അവരുടെ പേര് മുന്നോട്ട് വെച്ചതും ഈ 2 IPS ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഒരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ പേര് വെളിപ്പെടുത്താൻ ഇതുവരെയും പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു വിവാദങ്ങളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ എൽദോ സൂചിപ്പിച്ചപ്പോൾ തന്നെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് നമുക്കറിയാം, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇവരുടെ കൂടിക്കാഴ്ച നടത്തുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്നൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ഇടനില ചെയ്തത് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇടനില നിന്നത് അടൂർ പ്രകാശാണോ? ഒപ്പം തന്നെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര കാലത്തോളം ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ഡീൽ നടന്നു എന്നുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ധ്രുവീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങളായിരിക്കും ഒരു മൊഴിയെന്ന രീതിയിൽ അടൂർ പ്രകാശിൽ ചോദിച്ചറിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള നോട്ടീസോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം ഹാജരാകണമെന്ന് വാക്കാൽ പോലും പറഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ പ്രകാശ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെയായി ഇവരുടെയൊക്കെ ചോദ്യം ചെയ്യലിലേക്ക് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കുമെന്നുള്ളതാണ്. ശരി, MG വിവരങ്ങളുമായി പങ്കുചേർന്നത്.